അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സഹോദരന്മാരെ, ഇന്ന് മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ കുട്ടോൾഫി എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ട് നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് എന്ന് ചോദിച്ചു, ടൈപ്പ് ചെയ്ത് ചോദിച്ചു. അപ്പം നിനക്ക് ഏത് ഗ്രൂപ്പാണ് വേണ്ടത്, എല്ലാം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പം നല്ലൊരു ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ട് ആ ടെസ്റ്റിന് അധികം മറുപടി അടിക്കാതെ PM ഞാൻ സംസാരിച്ചു. സുഹൃത്തെ, താങ്കൾക്ക് ആരോഗ്യപരമായ വിമർശനം ഉണ്ടെങ്കിൽ സൗദി സമയം 9:30 വന്ന് മൈക്കിലൂടെ വിമർശിക്കാം എന്ന്. അത് സൗദി സമയം 8:02 PM അടിച്ചത്. അപ്പം കുട്ടോൾഫി എന്ന് പറയുന്ന സാധനം ഇറ്റ്സ് നോട്ട് വിമർശനം, 100 ഹക്ക്. അതാണ് ഞാൻ പറഞ്ഞത്. അള്ളാഹുവിൻ റസൂൽ, അപ്പോൾ ഞാൻ തിരിച്ച് അള്ളാഹുവിൻ റസൂൽ ചെയ്യാത്ത ഒരു കാര്യം ഞങ്ങൾ പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നത് തെളിയിച്ചാൽ ആ നിമിഷം അത് ഉപേക്ഷിക്കാം. ഹക്ക് എന്ന് തൊള്ളബടായി പോരല്ലോ, തെളിയിക്കണം. ഞാനും ഇതുപോലെ ആയിരുന്നു. അപ്പോൾ അവനടിച്ചു, വഹാബിസം നിങ്ങളെ ചതിച്ചതാണ്. മുജാഹിദുകളെ അരച്ച് തന്നാൽ കുടിക്കുമായിരുന്നു. അതായത് ഞാനും ഇതുപോലെ ആയിരുന്നു, മുജാഹിദുകളെ അരച്ച് തന്നാൽ കുടിക്കുമായിരുന്നു. അവൻ ഏതുപോലെ എന്ന് ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനത് ടൈപ്പ് ചെയ്തു. അത് കഴിഞ്ഞാണ് ഏതുപോലെ എന്ന് നോ എന്ന് ടൈപ്പ് ചെയ്തു. ഇപ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ തൗഹീദ് മനസ്സിലായി. അപ്പോൾ കുട്ടോൾഫി, അപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് സ്വീകാര്യമല്ലേ? നബി പറഞ്ഞത് ഏതാണ് ഞങ്ങൾ സ്വീകരിക്കാത്തത്? എവിടെയാണ് ഹനീഫ നിങ്ങൾക്ക് പിഴച്ചത്? അത് പറയുക. നബി പറഞ്ഞത് ഞങ്ങൾ ഒഴിവാക്കിയത് പറയൂ. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്നാണ് അന്നേരം പറയുന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ഞങ്ങൾ ഒഴിവാക്കിയത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് പറഞ്ഞാൽ പേരിട്ടാൽ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് ആകും എന്നാണ് ഈ സാധു കരുതിയിരിക്കുന്നത്. അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്നത് കേരളത്തിലെ സമസ്ത അല്ല എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. എന്നെയും എൻ്റെ സഹാബത്തിനെയും പിന്തുടരുന്നവർ, അതാണ് അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. അത് അംഗീകരിക്കുന്നു, മുജാഹിദുകൾ അംഗീകരിക്കുന്ന കാര്യമാണിത്. നബിയെയും നബിയുടെ സഹാബത്തിനെയും പിൻപറ്റുന്ന ആൾക്കാരെന്ന്. പിന്നെ മുജാഹിദുകളാണ് യഥാർത്ഥ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് എന്ന് ഞാൻ അടിച്ചു. അതെ, അതാണ് മുജാഹിദുകൾ എന്നടിച്ചു. നോ, ഐ ആം നോട്ട് ഇൻ കേരള നൗ. ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. അതായത് കേരളത്തിലെ ആണെന്ന് അവൻ പറഞ്ഞില്ലല്ലോ എന്ന്. അപ്പോൾ റസൂലിനെയും സഹാബത്തിനെയും പിൻപറ്റുന്നവർ മുജാഹിദുകൾ മാത്രമെന്ന് ഞാൻ അടിച്ചപ്പോൾ കേരളത്തിലെ സുന്നികൾ എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് മേളിലത്തതിൻ്റെ ബാക്കിയായിട്ട് അടിച്ചിരിക്കണം. അപ്പം യെസ് എന്നടിച്ചു. ദാറ്റ്സ് യുവർ. ആ സഹാബത്തിനെ വഹാബികൾ പിൻപറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു. അള്ളാഹുവിൻ റസൂൽ പഠിപ്പിച്ചത് എന്താണ് മുജാഹിദുകൾ പിൻപറ്റാത്തത്, അത് പറയുക എന്ന് ഞാൻ ടൈപ്പ് അടിച്ചു. നൗ യു കെയിം. പറഞ്ഞു തരിക സുഹൃത്തെ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അള്ളാഹുവിൻ റസൂൽ പഠിപ്പിച്ച ഏതൊന്നാണ് ഞങ്ങൾ ഉപേക്ഷിച്ചത്? സ്മാൾ ക്വസ്റ്റ്യൻ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് മറുപടി തരിക, നിങ്ങളാണ് ആരോപിച്ചത്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൊള്ളുന്നത് അല്ലേ തറാവീഹ് 20? ഉമർ റളിയല്ലാഹു അൻഹു കൊണ്ടുവന്നതല്ലേ തറാവീഹ് 20 എന്നായിരിക്കും ഉദ്ദേശിച്ചത്. എന്തുകൊണ്ട് വഹാബി അത് തള്ളുന്നു? ഉമർ റളിയല്ലാഹു അൻഹു 20 നിസ്കരിച്ചതിന് തെളിവ് പറയൂ. അപ്പോൾ അത് സ്വീകാര്യമല്ലേ? തെളിവൊന്നുമില്ല, തൊള്ളപ്പൊട്ട് മാത്രമാണ് തെളിവ്. ചെയ്തത് തെളിയിക്കൂ, അല്ലാതെ നിങ്ങളുടെ തൊള്ള തെളിവല്ലല്ലോ എന്ന് ഞാൻ പറഞ്ഞു. ഒരു കാര്യം ഇസ്ലാമിൽ തെളിവ് വേണമെങ്കിൽ അത് ചെയ്ത് കാണിക്കണമെന്ന് ആരാ പറഞ്ഞത്? ഒരു കാര്യം ഇസ്ലാമിൽ തെളിവ് വേണമെങ്കിൽ അത് ചെയ്ത് കാണിക്കണമെന്ന് ആരാ പറഞ്ഞതെന്ന്? റംലാനിലും അല്ലാത്തപ്പോഴും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 11-ൽ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല എന്ന് ആയിഷ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞാണ് ഞങ്ങൾക്ക് തെളിവ്. എസ് ദുർവ്യാഖ്യാനം എന്നടിച്ചിരിക്കുന്നത്. എങ്കിൽ അതിൻ്റെ യാഥാർത്ഥ്യം നിങ്ങൾ പറയൂ എന്ന് പറഞ്ഞു. ഇത് ചർച്ച ചെയ്യാൻ താങ്കൾ തയ്യാറുണ്ടോ? ആദ്യം മുസ്ലിം ആകണം, അതിന് ശേഷം ആണ് തറാവീഹ് എന്ന് ഞാൻ പറഞ്ഞു. ഒൺലി ദിസ് ഹദീസ്. ആദ്യം അള്ളാഹു അല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥനയ്ക്ക് തെളിവ് കൊണ്ടുവരിക. പറ്റിച്ചതാണ് വഹാബി മൗലവിമാർ. അൽബാനി സാർ മട്ടും എന്താണ് ഉദ്ദേശിച്ചതെന്ന് അറിയില്ല. മുസ്ലിമിന് മാത്രമേ തറാവീഹ് നിസ്കരിക്കേണ്ടതുള്ളൂ. ഐ വിൽ കം ബാക്ക് യു ആഫ്റ്റർ ഇഷ പ്രേയർ. അത് 8:10 അടിച്ചിരിക്കുന്നത്. സൗദി സമയം 8:10. ഐ വിൽ കം ബാക്ക് യു ആഫ്റ്റർ ഇഷ പ്രയർ എന്ന് പറഞ്ഞാൽ അതെ, സകല ഖുറാഫി മുല്ലമാരും നിങ്ങളെ ജാറത്തിലേക്ക് നയിക്കുന്നു. ഞങ്ങൾ നിങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നു. മുഹീദ്ദീൻ ഷെയ്ഖിനെയും ബദരീങ്ങളെയും
അങ്ങനെയുള്ള മൺമറഞ്ഞു പോയവരെയും വിളിച്ച് സഹായാർത്ഥന എന്ന പേരിൽ നടത്തുന്ന അത് ദീനിൽ തെളിവ് തരണം എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. ഷിർക്ക് ചെയ്യുന്നവർ തറാവീഹ് അല്ല ഹജ്ജ് ചെയ്താലും അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് ഞാൻ ടൈപ്പ് ചെയ്തു. അപ്പം നമസ്കാരത്തിന് പോയി എന്നു പറഞ്ഞ് പോയിരിക്കുകയാണ്. പിന്നെ വന്നിട്ട് റൂമിൽ ടെസ്റ്റ് അടിച്ചു. എന്ത് ഹനീഫ പിന്നെ വേർ ആർ യു എന്നും പറഞ്ഞ്. അപ്പം ഞാൻ അദ്ദേഹത്തിന് 9:33 ഞാൻ സൗദി അറേബ്യയിലെ ബുറൈദ എന്ന സ്ഥലത്താണ്, അതാണ് ഇഷ കഴിഞ്ഞ് വന്ന് ടെസ്റ്റ് സ്ക്രോൾ ചെയ്തപ്പോൾ പിന്നെ താങ്കളുടെ ടെസ്റ്റ് കണ്ടു. ഞാൻ DND ആക്കുന്നതല്ല, എൻ്റെ ലിസ്റ്റിൽ ഉള്ളവരുടെ മാത്രമേ അക്സെപ്റ്റ് ചെയ്യൂ എന്ന ഓപ്ഷനിലാണ് ഉള്ളത്. പിന്നെ മുങ്ങേണ്ട ആവശ്യം എനിക്കില്ലല്ലോ. എന്നിട്ട് അയാൾ നേരത്തെ റൂമിൽ അടിച്ച ടെസ്റ്റ് ഞാൻ അങ്ങോട്ട് പേസ്റ്റ് കൊടുത്തു. എന്നിട്ട് കുറേ നേരമായിട്ടും അനക്കമില്ല, 9:26 അനക്കമില്ല. അന്നേരം എന്ത് പറ്റി അനക്കമില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ബുക്സടിച്ചു. 1:30 ചർച്ചയ്ക്ക് വാ എന്ന്. ഒന്ന് ഓർത്ത് നോക്കിയേ, 1:30 ഓരോന്നായി എന്നാണ്. ഓരോന്നായി ചർച്ചയ്ക്ക് വാ. ഓരോന്നായി ചർച്ചയ്ക്ക് വാ. വഹാബികളുടെ സ്ഥിരം പണിയെടുക്കരുത്, ആടിനെ പട്ടിയാക്കുന്ന. ഖുറാബികളുടെ പണി നിങ്ങളാണ് എടുക്കുന്നത്. ആദ്യം ഉന്നയിച്ച ആരോപണം തെളിയിക്കുക. നിങ്ങൾക്ക് മൈക്ക് തെളിയിക്കാം. വരിക. സകല ഖുറാബികളും ഇങ്ങനെ ആരോപണം ഉന്നയിക്കും. തെളിവ് ഉസ്താദിന്റെ തൊള്ള. ഖബറിൽ പോയി ആരാധന ചെയ്യുന്നു എന്ന പച്ചയിലെ വ്യഭിചാരം ആദ്യം മാറ്റ്. എന്താണ് അത് ഉദ്ദേശിച്ചത്? ഖബറിലുള്ളവരോട് ചോദിക്കുന്നത് ഷിർക്ക് തന്നെയാണ്, അത് അവർക്കുള്ള ആരാധന തന്നെയാണ്. സുന്നികൾ ഒരിക്കലും ഖബറിൽ കിടക്കുന്ന വ്യക്തിക്ക് ദിവ്യത്വം ഉണ്ട് എന്ന് വിശ്വസിച്ചു പോകുന്നില്ല. വഹാബി സഹാബത്ത് ധാതു അൻവാത്തിന്റെ കാര്യം പറഞ്ഞത് ആ മരത്തിന് ദിവ്യത്വം ഉണ്ട് എന്ന് പറഞ്ഞിട്ടായിരുന്നില്ല എന്ന് ഞാൻ തിരിച്ചടിച്ചു. ഇത് പറഞ്ഞാണ് പാവം ഒന്നും അറിയാത്ത സുന്നികളെ വഹാബിസത്തിലേക്ക് ആനയിക്കപ്പെടുന്നത്. ഖബറിലുള്ളവരോട് ചോദിക്കുന്നത് തന്നെ അവർക്ക് ദിവ്യത്വം കൽപ്പിക്കലാണ്. സുന്നികൾ ഞങ്ങളാണ്, നിങ്ങൾ കുബൂരികൾ ഖുറാഫികളാണ്, ജാറ പൂജ ചെയ്യുന്ന കുബൂരികൾ. പിന്നെ 1921 മുതലാണ് കേരളത്തിൽ ഈ പുത്തൻ പ്രസ്ഥാനം വേരോടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ അബൂജാഹിലും ഇങ്ങനെ പറഞ്ഞിരുന്നു. നബിയോ സഹാബത്തോ ചെയ്യാത്ത ഏതൊരു കാര്യമാണ് മുജാഹിദുകൾ ചെയ്യുന്നത് എന്ന് തെളിയിക്കൂ. അതെല്ലാം വഹാബിസത്തിലേക്ക് ആളെ കൂട്ടാൻ നിന്നെ പോലെയുള്ള ജാഹിലുകൾ ചെയ്യുന്നത് എന്ന് ടെസ്റ്റ് അടിച്ചിരിക്കുന്നത്. നിന്നെ പോലെയുള്ള പടുജാഹിലുകൾ ഖുറാവാത്തിൽ കുടുങ്ങിക്കിടന്നോളൂ, പടുജാഹിൽ എന്ന് ഞാൻ ടെസ്റ്റ് അടിച്ചു. നബിയുടെയും സഹാബത്തിന്റെയും പേരിൽ പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, തെളിയിക്കട ജാഹിലെ. വഹാബികൾ നബിയുടെ സഹാബത്തിന്റെയോ പേരിൽ കളവ് പറഞ്ഞത് തെളിയിക്ക് ജാഹിലെ. നീ ആണായി പറഞ്ഞവനാണെങ്കിൽ തെളിയിക്ക്, പടു ഖുറാഫി. മുത്ത് നബി പറഞ്ഞു ദജ്ജാലൂന കദ്ദാബൂന, അത് നിന്റെ കൗമിനെ കുറിച്ചാണ്. നബിയും സഹാബത്തും ചെയ്യാത്തത് ചെയ്യുന്നതിനെ കുറിച്ച്. വഹാബി മതത്തിനു വേണ്ടി മാത്രം ഇറങ്ങിയ ഹദീസ് ഖബർ പൂജാരിമാരെ കുറിച്ച് എന്ന് ഞാൻ ടെസ്റ്റ് ചെയ്തു. ഇസ്ലാമിൽ യുക്തിക്കല്ല ഹബീബ് സ്ഥാനം, ഹബീബ് സ്ഥാനം. നബി ചെയ്യാത്ത മുജാഹിദ് ചെയ്യുന്ന തെളിയിക്കാൻ നിന്റെ കയ്യിൽ ഒരു കുന്തവും ഇല്ല അല്ലേ? ഖുർആൻ ഹദീസ് ഇജ്മാ, അതെ കൊണ്ടുപോവാ തെളിവ്. ഖുർആൻ ഹദീസ് ഇജ്മാ ഖിയാസ് കൊണ്ടുപോവാ. അപ്പോൾ ഇത് മൂന്നും നിരത്തി ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ? ഞാൻ പറഞ്ഞു യെസ്. തൻ്റെ തൊള്ള അല്ല പിൻബലം. ഖുർആൻ സഹീഹായ ഹദീസ് ഇജ്മാ ഖിയാസ് കൊണ്ടുപോവാ തെളിവ്. ജസ്റ്റ് റിമെമ്പർ, അവസാനം പോകുന്നത് ഇബ്ലീസ് വിളിക്കും, എന്നെ പിന്തുടർന്നവർ വരൂ നിങ്ങൾ നരകത്തിലേക്ക്, അവൻ്റെ കൂടെ അങ്ങ് പോകേണ്ടി വരും എന്ന് പറഞ്ഞിട്ട് ഓഫ്ലൈനിലാക്കി. പാവം നിന്റെ ഗതികേട്. ഖുർആൻ സഹീഹായ ഹദീസ് ഇജ്മാ ഖിയാസ് ഇത് കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ മുങ്ങി, നിന്റെ ഗതികേട് എന്ന് പറഞ്ഞ് ഞാനിത് അടിച്ചപ്പോൾ അവൻ എന്നെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുകയാണ്. കണ്ടാ? യു ആർ കറന്റ്ലി റെസ്ട്രിക്റ്റഡ് ഫ്രം കമ്മ്യൂണിക്കേറ്റിംഗ് ദിസ് പേഴ്സൺ. ഇതാണ് ഖുറാബിയുടെ അവസ്ഥ. ഒന്ന് ഓർത്തു നോക്ക് പൊന്നാര ഖുറാബികളെ. മുജാഹിദുകളുടെ റൂമിൽ വന്ന് ടെസ്റ്റ് അടിക്കുകയും എങ്ങനെയെങ്കിലും മുജാഹിദുകളെ ശല്യം ചെയ്യണം എന്ന് കരുതി വരികയും ചെയ്യുന്ന പടു ഖുറാബികളെ, നിങ്ങളുടെയൊക്കെ അവസ്ഥ ഇതാണ്, കുഞ്ഞാടുകളുടെ അവസ്ഥ. ഖുർആൻ സഹീഹായ ഹദീസ് ഇജ്മാ ഖിയാസ് ഇത് വെച്ച് ചർച്ച ചെയ്യാൻ തയ്യാറുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആ സാധുവിൻ്റെ
അവസ്ഥ ഇതാണ്. റെസ്ട്രിക്റ്റ് ചെയ്തിട്ട് ഓടി രക്ഷപ്പെടേണ്ട ഗതികേടിൽ വന്നു നിങ്ങളുടെ അവസ്ഥ. ഇപ്പൊ ആരെയാണ് ഇബ്ലീസ് വിളിക്കുന്ന സ്ഥലത്തേക്ക് പോവുക എന്ന് മനസ്സിലായല്ലോ. കണ്ട ഇതാണ് വരുന്നത്. യു ആർ കറന്റ്ലി റെസ്ട്രിക്റ്റഡ് ഫ്രം കമ്മ്യൂണിക്കേറ്റിംഗ് ദിസ് പേഴ്സൺ. ഇതാണ് ഖുറാബികളെ നിങ്ങളുടെ ഗതികേട്. അതുകൊണ്ടിത് എല്ലാവരും അറിയണം, ഖുറാബികളുടെ ഗതികേട്. ഇനി ഇൻഷാ അല്ലാ ഏത് ഖുറാബി ഉണ്ടെങ്കിലും മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിൽ ചർച്ച നടക്കുന്ന സമയത്ത് വന്നിട്ട് നിങ്ങൾ നടത്തുന്ന ഖബർ ആരാധനയ്ക്ക് ഖബറിലുള്ളവരോട് ചോദിക്കുന്നതിന് തെളിവ് സമർപ്പിച്ചാൽ അള്ളാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നോ പരിശുദ്ധ ഖുർആനിൽ നിന്നോ ഇജ്മായിൽ നിന്നോ ഖിയാസിൽ നിന്നോ ഒക്കെ ഖബറിൽ കിടക്കുന്നവരോട് ചോദിക്കുന്ന തെളിവ് കൊണ്ടുപോകാം. സഹീഹായത് കൊണ്ടുവരണം. അല്ലാതെ കാന്തപുരത്തിന്റെ തൊള്ളപ്പുട്ട് പോരാ ഞങ്ങൾക്ക് തെളിവ്. മനസ്സിലായ? ഞങ്ങൾ റെഡിയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.